കുട്ടികളെയും വീട്ടുജോലിക്കാരെയും അനുവാദമില്ലാതെ സോഷ്യൽ മീഡിയ കണ്ടന്റുകളായി ചിത്രീകരിച്ചാൽ ഇനി കനത്ത പണി കിട്ടും. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെയോ ഗാർഹിക തൊഴിലാളികളെയോ അവരുടെ അനുമതിയില്ലാതെ വീഡിയോകളിൽ ഉൾപ്പെടുത്തുകയോ മോശമായി ചിത്രീകരിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് ഒമാൻ പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകി. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് 3 വർഷം വരെ തടവും 5000 ഒമാനി റിയാൽ വരെ പിഴയും നേരിടേണ്ടി വരും. കണ്ടന്റ് ക്രിയേറ്റർമാർക്കിടയിൽ വ്യക്തിഗത സ്വകാര്യതയെക്കുറിച്ചും ഉത്തരവാദിത്തമുള്ള സോഷ്യൽ മീഡിയ ഉപയോഗത്തെക്കുറിച്ചും ബോധവൽക്കരണം നൽകുന്നതിന്റെ ഭാഗമായാണ് ഈ മുന്നറിയിപ്പ്. രാജ്യത്തെ സൈബർ കുറ്റകൃത്യ നിയമങ്ങളിലെ ആർട്ടിക്കിൾ 36(7) പ്രകാരം കുട്ടികളിൽ ഭയമോ അക്രമവാസനയോ വളർത്തുന്ന രീതിയിലുള്ള വീഡിയോകൾ നിർമ്മിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ശിക്ഷാർഹമാണ്. റീലുകൾക്കും ലൈക്കുകൾക്കുമായി മറ്റു വ്യക്തികളുടെ സ്വകാര്യത ലംഘിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു. യുഎഇയിൽ കഠിനമായ വേനലിന് ആശ്വാസമേകി കാലാവസ്ഥാ മാറ്റത്തിന്റെ സൂചനകൾ പ്രകടമാകുന്നു. രാജ്യത്ത് വ്യാഴാഴ്ച മുതൽ താപനിലയിൽ 4 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ കുറവുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. അറബ് പാരമ്പര്യത്തിൽ ചൂടിന്റെ തീവ്രത കുറയുന്നതിന്റെ അടയാളമായി കരുതുന്ന സുഹൈൽ നക്ഷത്രം ഓഗസ്റ്റ് 24 ആകാശത്ത് തെളിയുന്നതോടെ രാത്രികളിൽ അന്തരീക്ഷം തണുത്തു തുടങ്ങും. എങ്കിലും വാനശാസ്ത്രപരമായി സെപ്റ്റംബർ 23 രാപ്പകൽ തുല്യ ദിനത്തോടെ മാത്രമേ ഔദ്യോഗികമായി വേനൽക്കാലം അവസാനിക്കൂ. അടുത്ത ഏതാനും ആഴ്ചകളിൽ ചൂടിൽ ആശ്വാസം ലഭിക്കുമെങ്കിലും അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി ഉയർന്നു നിൽക്കുന്നതിനാൽ അസ്വസ്ഥതയും പുലർച്ചെ മൂടൽമഞ്ഞും അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നു. ദുബായിൽ ഡ്രൈവറില്ല റോബോ ടാക്സി സർവീസുകൾ കൂടുതൽ ജനപ്രിയമാകുന്നു. ഇതുവരെ 40 ലക്ഷത്തിലധികം കിലോമീറ്റർ സർവീസ് പൂർത്തിയാക്കിയ റോബോ ടാക്സികൾ 7600-ലധികം യാത്രക്കാർക്ക് സുരക്ഷിത യാത്രയൊരുക്കി കഴിഞ്ഞു. 97% ഉപഭോക്തൃ സംതൃപ്തിയാണ് പദ്ധതി നേടിയിരിക്കുന്നതെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യക്തമാക്കി. ആകെയുള്ള 144 വാഹനങ്ങളിൽ 48 എണ്ണമാണ് നിലവിൽ സജീവമായി നിരത്തിലുള്ളത്. ചൈനീസ് കമ്പനികളായ ബൈഡു, അപ്പോളോ ഗോ, വിറൈഡ്, പോണി AI എന്നിവരുമായി സഹകരിക്കുന്ന RTA, ഊബർ ആപ്പ് വഴിയും റോബോ ടാക്സി ബുക്കിംഗ് ലഭ്യമാക്കിയിട്ടുണ്ട്. 2030 നഗരത്തിലെ ആകെ ഗതാഗതത്തിന്റെ 25% സ്വയം നിയന്ത്രിത വാഹനങ്ങളാക്കുകയാണ് ദുബായിയുടെ ലക്ഷ്യം. റോബോ ടാക്സികൾക്ക് പുറമെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള എയർ ടാക്സി സർവീസുകളും പുതിയ മെട്രോ ലൈനുകളുടെ നിർമ്മാണവും വേഗത്തിലാക്കി ഭാവി ഗതാഗത സാങ്കേതികവിദ്യയുടെ ആഗോള ഹബ്ബായി ദുബായ് മാറുകയാണ്. ഒമാനിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് 51 പേരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ കേസിലെ പ്രതിയായ കോഴിക്കോട് വടകര സ്വദേശിനി ലത സുനിൽ അറസ്റ്റിലായി. മാനന്തവാടി പോലീസിന്റെ ആവശ്യപ്രകാരം പുറപ്പെടുവിച്ച ലുക്കൌട്ട് സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ മസ്കറ്റിൽ നിന്നും കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ഒമാനിൽ പുതുതായി ആരംഭിക്കുന്ന സ്ഥാപനത്തിൽ പ്രതിമാസം 70,000 രൂപ ശമ്പളത്തിൽ സെയിൽസ്മാൻ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. വയനാട് ആറാട്ടുതറ സ്വദേശിയുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമായത്. വിസ ചെലവുകൾക്കെന്ന പേരിൽ 65,000 മുതൽ 75,000 രൂപ വരെ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് പ്രതി കൈക്കലാക്കിയത്. പ്രതി നൽകിയ മേൽവിലാസത്തിൽ 10 വർഷമായി താമസമില്ലെന്നും കേസ് എടുത്തതോടെ വിദേശത്തേക്ക് മുങ്ങുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. വഞ്ചിക്കപ്പെട്ട വിവരമറിയാതെ വിസ പ്രതീക്ഷയിലിരിക്കുന്ന കൂടുതൽ പേർ ഇനിയും പരാതിയുമായി എത്താൻ സാധ്യതയുണ്ട്. യുഎഇ തൊഴിലാളികളുടെ വിസ റദ്ദാക്കുമെന്നും ഇറാന് സാമ്പത്തിക സഹായം നൽകുന്നുമെന്നുള്ള വാർത്തകൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്ന് യുഎഇ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ് വ്യക്തമാക്കി. രാജ്യത്തിനെതിരെയുള്ള ബോധപൂർവമായ വ്യാജ പ്രചാരണത്തിന്റെ ഭാഗമാണിതെന്നും വാക്കുകളേക്കാൾ പ്രവൃത്തിയിലൂടെയും നേട്ടങ്ങളിലൂടെയുമാണ് യുഎഇ മറുപടി നൽകുന്നതെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. കഴിഞ്ഞ ദിവസം സമുദ്രഗതാഗതം ലക്ഷ്യമിട്ട് ഇറാനിൽ നിന്ന് തൊടുത്ത 2 ബാലിസ്റ്റിക് മിസൈലുകൾ യുഎഇ വ്യോമ പ്രതിരോധ സംവിധാനം കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഇറാനുമായുള്ള എല്ലാത്തരം വ്യാപാര, വാണിജ്യ, സാമ്പത്തിക ബന്ധങ്ങളും യുഎഇ വിദേശകാര്യ മന്ത്രാലയം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗൾഫ് വ്യാപാര പങ്കാളികളിലൊന്നായ യുഎഇയുടെ ഈ നടപടി ഉപരോധങ്ങൾ മൂലം പ്രതിസന്ധിയിലായ ഇറാന്റെ സാമ്പത്തിക രംഗത്തിന് വലിയ തിരിച്ചടിയാകുമെന്നാണ് കരുതപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.